ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിച്ചതായി പരാതി. LDF പ്രവർത്തകർ അസിസ്റ്റന്റ് രജിസ്ട്രാറെ തടഞ്ഞുവെച്ചു. ചിതറയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും ശക്തം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി പോസ്റ്ററുകൾ നിരന്നു. ശബരിമല യാത്ര കഠിനം തന്നെ. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ല. വാർത്തകൾ വിശദമായി. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കരട് ലിസ്റ്റിൽ അഴിമതി എന്ന ആരോപണം LDF പ്രവർത്തകർ അസിസ്റ്റന്റ് രജിസ്ട്രാർ G വിശ്വനാഥനെ ഉപരോധിച്ചു. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് ലിസ്റ്റിൽ വ്യാപകമായ അഴിമതി നടന്നതായി ആരോപിച്ചാണ് ഇടതുപക്ഷ പ്രവർത്തകർ അസിസ്റ്റന്റ് രജിസ്ട്രാർ G വിശ്വനാഥനെ ഉപരോധിച്ചത്. രജിസ്ട്രാറില്ലാതെയും അടിസ്ഥാനമില്ലാതെയുമാണ് കരട് ലിസ്റ്റ് തയ്യാറാക്കിയത്. കോൺഗ്രസുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ കരട് ലിസ്റ്റാണിതെന്നും പ്രവർത്തകർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ചൊവ്വാഴ്ച 11 മണിക്ക് പുറത്തിറക്കേണ്ടിയിരുന്ന കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെ അതീവ രഹസ്യമായി പട്ടിക തയ്യാറാക്കുകയും സഹകാരികൾക്ക് പരാതിയോ പരിശോധനയോ
ആക്ഷേപമോ ഉന്നയിക്കാൻ കഴിയാത്ത തരത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു ആരോപിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതാണ്. എന്നാൽ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതീവ രഹസ്യമായി തയ്യാറാക്കപ്പെട്ട ഒരു കരട് വോട്ടർ പട്ടികയിൽ ഒരു കാരണവശാലും ഒരു സഹകാരിക്കും വോട്ടുകൾ പരിശോധിക്കുവാനോ അപേക്ഷ നൽകുവാനോ കഴിയാത്തവണ്ണം അങ്ങേയറ്റം പക്ഷപാതിത്വപരമായിട്ടാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയാണ് എന്ന് മാത്രമല്ല, ആ ലിസ്റ്റ് LDF നേതാക്കന്മാർക്കോ സഹകാരികൾക്കോ മറ്റിതര പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും പരിശോധിക്കാൻ വേണ്ടി കോപ്പി നൽകാതിരിക്കുകയെല്ലാം ചെയ്യുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കപ്പെട്ടുള്ളത്. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് കിഴക്കൻ മേഖലയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമാണ്. 10,000 വരുന്ന സഹകാരികളെ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് ഏതാണ്ട് 12,000 ആളുകളെയാണ് ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പ് ഉള്ളവരെയാണ് ഈ ഭരണസമിതി വെട്ടിമാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. 12,000 വരുന്ന ഉറുകുന്നിലും പരിസര പ്രദേശത്തുമുള്ള കർഷകരെയും കർഷക തൊഴിലാളികളെയും അടക്കമുള്ള പാവപ്പെട്ട ആളുകളെ സർവീസ് സഹകരണ ബാങ്കിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് വെട്ടിമാറ്റുന്ന നിലയിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിനെതിരായി ഇന്നലെ മുതൽ LDFന്റെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ സമരമാണ്. ആ സമരത്തെ തുടർന്ന് ഇന്ന് ഇവിടെ AR ഓഫീസിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ JR ജോയിന്റ് രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ നാളെ വൈകുന്നേരം ഇവിടെ വന്ന് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഉള്ള കൃത്രിമത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റ് പിൻവലിക്കുകയും പകരം കൂടുതൽ ജനാധിപത്യപരമായ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 18,000 സഹകാരികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവരെ സഹായിക്കുവാൻ 12,000 പേരെ ഒഴിവാക്കുകയും കോൺഗ്രസ് അനുഭാവികളെ ഉൾപ്പെടുത്തി 6,000 ഇഷ്ടക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയുമായിരുന്നത്രേ. ഈ ലിസ്റ്റ് പുനഃപരിശോധിച്ച് പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിർധന കുടുംബത്തിന് വീട് വയ്ക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ പട്ടയം റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് വ്യാഴാഴ്ച വിതരണം ചെയ്യും. NCC പരിശീലനത്തിനിടെ വെടിയേറ്റ് മരിച്ച ധനുഷ് കൃഷ്ണയുടെ കുടുംബത്തിനുള്ള ധനസഹായവും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയും നിർധന കുടുംബത്തിലെ അംഗവുമായ അഖിലയ്ക്ക് വീട് വയ്ക്കുന്നതിനാവശ്യമായ ഭൂമിയുടെ പട്ടയമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് വിതരണം ചെയ്യുന്നത്. NCC പരിശീലന ക്യാമ്പിനിടെ വെടിയേറ്റ് മരിച്ച ധനുഷ് കൃഷ്ണയുടെ കുടുംബത്തിനുള്ള ധനസഹായവും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യുമെന്ന് തഹസിൽദാർ K. പ്രദീപ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഖിലയുടെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകാൻ ആവശ്യമായ പണം സ്വരൂപിച്ചെങ്കിലും വീട് നിർമ്മാണത്തിനാവശ്യമായ ഭൂമി ലഭ്യമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഇടപെട്ട് 30 ദിവസത്തിനുള്ളിൽ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ ചെലിക്കുഴിയിൽ 4 സെന്റ് ഭൂമി അനുവദിച്ചു നൽകിയത്. വീട് വെച്ചു കൊടുക്കുവാൻ കുട്ടികളും അധ്യാപകരും എല്ലാം തയ്യാറാണ്. അതിനുള്ള പൈസ സ്വരൂപിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ അനുയോജ്യമായ ഭൂമി ഇല്ലാത്തതുകൊണ്ട് വീട് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട മന്ത്രി അറിയിക്കുകയും അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ഭൂമി അന്ന് വാഗ്ദാനം ചെയ്തു. 4 സെന്റ് ഭൂമി ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ഭൂമി ലഭ്യമല്ലാതെ ആവുകയും തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി തഹസീൽദാരായ എന്നെടുത്ത് വളരെ രീതിയിലൊരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. ഈ താലൂക്കിൽ ഏതെങ്കിലും പ്രദേശത്ത് 4 സെന്റ് ഭൂമി കണ്ടെത്തി ആ കുട്ടിക്ക് പട്ടയം കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ഗവൺമെന്റിൽ നിന്നൊരു പ്രത്യേക ഒരു ഉത്തരവ് തഹസീൽദാർക്ക് തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ പണ്ട് ബോട്ടിംഗ് ലാൻഡായിട്ട് ഗവൺമെന്റിലേക്ക് എടുത്ത ഭൂമിയിൽ ആളുകൾക്ക് വിതരണം ചെയ്തതിന് ശേഷം ഒരു പ്ലോട്ട് ഒഴിഞ്ഞു കിടന്നിരുന്നു. അത് കണ്ടെത്തുകയും ആ പ്ലോട്ട് ഈ കുട്ടിക്ക് പട്ടയം നൽകുകയും ചെയ്യുകയാണ് നാളെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്യും. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ കളക്ടർ A. ഷൈനിമോൾ, ഡെപ്യൂട്ടി കളക്ടർ KT വർഗീസ് പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ തഹസിൽദാർ K. പ്രദീപ് കുമാർ, മസൂദൻ പിള്ള, മോനച്ചൻ ഉദയൻ, M. നിസാർ, ഷീജ ബീഗം, N. ബിജു, സുദർശനൻ, J. ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ കോൺഗ്രസിൽ AI ഗ്രൂപ്പ് പോര് തെരുവ് യുദ്ധമായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെയാണ് ചിതറയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമായത്.
തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ചിതറയിൽ AI ഗ്രൂപ്പ് പോര് പരസ്യമായി ഇരുവിഭാഗവും നേതാക്കളെ പുറത്താക്കിയതായി അറിയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പതിച്ചു. A ഗ്രൂപ്പിലെ നേതാക്കളെ 6 മാസത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അറിയിച്ചുകൊണ്ട് കൊല്ലം DCCയുടെ പേരിൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ I ഗ്രൂപ്പ് നേതാക്കളെ 6 വർഷത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി KPCC തിരുവനന്തപുരം എന്ന പേരിൽ ചിതറയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് പോര് തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റതോടെയാണ് പരസ്പരം പഴിചാരൽ ആരംഭിച്ചത്. 17 സീറ്റ് വരെ ലഭിക്കാമായിരുന്ന സ്ഥാനത്ത് തമ്മിലടിയും കുതികാൽവെട്ടും കാരണം 8 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് എന്നാണ് ഇരുവിഭാഗവും ആരോപണമായി ഉന്നയിക്കുന്നത്. A ഗ്രൂപ്പ് നേതാക്കളായ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ചിതറയിൽ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇരു ഗ്രൂപ്പിലെയും നേതാക്കന്മാരുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം യുവജനങ്ങളും പാർട്ടി പ്രവർത്തകരും പരാതിയുമായി KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി എന്നിവരെ നേരിൽ കാണുവാൻ പോയതാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച പഴയ പോലീസ് സ്റ്റേഷൻ തകർച്ചയിലേക്ക്. സാമൂഹ്യ വിരുദ്ധരും ഇഴജന്തുക്കളുടെയും നായ്ക്കളുടെയും താവളമായി മാറിയ ഈ പോലീസ് സ്റ്റേഷനിൽ അധികൃതർ മാത്രം കണ്ണുവയ്ക്കുന്നില്ല. പഴമയുടെ ചരിത്രം പേറുന്ന ഈ കെട്ടിടത്തിന് പറയുവാൻ ഒരുപാട് കഥകളുണ്ട്. പണ്ട് ആനകളെ പാർപ്പിക്കുകയും കാട്ടാനകളെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ച് മെരുക്കുകയും ചെയ്തിരുന്നത് ഇവിടെയാണ്. പത്തനാപുരത്തിന്റെ ചരിത്രത്തിനും പരിണാമങ്ങൾക്കും സാക്ഷിയായ ഈ കെട്ടിടം ഈ നാടിലെ ആദ്യ കെട്ടിടങ്ങളിൽ ഒന്നായി ഇന്നും അവശേഷിക്കുകയാണ്. കാലക്രമത്തിൽ ആനയെ മെരുക്കുന്ന കെട്ടിടം മനുഷ്യനെ മെരുക്കുന്ന കേന്ദ്രമായി മാറി. അഭിവക്ത കൊല്ലം ജില്ലയിലെ ആദ്യകാല പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ നിന്നും ആധുനിക സൗകര്യത്തോടെ പോലീസ് സ്റ്റേഷൻ പുതിയ മന്ദിരത്തിലേക്ക് മാറ്റിയതോടെ ഈ കേന്ദ്രം അവഗണിക്കപ്പെട്ടു. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പുതിയ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ പുതിയ മന്ദിരത്തിലേക്ക് മാറ്റിയതോടെ മുൻപ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന നഗരമധ്യത്തിലെ കെട്ടിടം അനാഥമായി. ഇവിടെ സർക്കിൾ ഓഫീസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രി മുതൽ ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെയുള്ളവർക്ക് ഇവിടെ CI ഓഫീസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുകയും ചെയ്തു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. പഴയ പോലീസ് മന്ദിരം കാടുമൂടിയും ചോർന്നൊലിച്ചും പാമ്പു കയറിയും നശിക്കുകയാണ്. ചിലരൊക്കെ ഇതിനുള്ളിൽ കയറി പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കുന്നുണ്ട്. കൂടാതെ തെരുവ് നായ്ക്കൾ അവരുടെ താവളവുമാക്കി കഴിഞ്ഞു. ഇത് പത്തനാപുരം നഗരമധ്യത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം നിലംപൊത്താറായ അവസ്ഥയിലാണ്. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ CI ഓഫീസിനൊപ്പം സർക്കാർ അധീനതയിലുള്ള മറ്റു ചില സ്ഥാപനങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കുവാനാകും. നിലംപൊത്താറായ ഈ കേന്ദ്രത്തിനുള്ളിലാണ് ഹോംഗാർഡുകൾ വിശ്രമിക്കുന്നത്. അധികൃതർ മുൻകൈയെടുത്ത് ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സർക്കിൾ ഓഫീസായി ഇത് പരിവർത്തനം ചെയ്യും എന്നുള്ള ഉറപ്പിന്മേൽ വളരെ വർഷങ്ങളായി ഈ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിപ്പോൾ ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും വിഹാരരംഗമായി മാറിയിരിക്കുന്നു. ഈ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന അസന്മാർഗിക പ്രവർത്തനം നടത്തുന്നവരുടെ വിഹാര കേന്ദ്രമായി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ഈ കെട്ടിടം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണം. ഇത് ഈ നാടിന്റെ ശാപമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇത് നിലംപൊത്താവുന്ന അവസ്ഥയാണ്. ഇവിടെ സർക്കിൾ ഓഫീസ് സ്ഥാപിക്കും എന്നുള്ള ആവശ്യം ഒട്ടനവധി പ്രതിപക്ഷ സംഘടനകളും ഭരണപക്ഷ സംഘടനകളും നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇവിടെ സർക്കിൾ ഓഫീസ് സ്ഥാപിച്ച് ഈ കെട്ടിടത്തിനും ഇതിനും ഒരു ശാപമോക്ഷം ഉണ്ടാവണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ എളിയ അഭ്യർത്ഥന. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി. കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. വാർത്ത ഫലം കണ്ടു. ചിത്ര കല്ലുവെട്ടാൻകുഴി അംഗൻവാടിക്ക് ചുറ്റുമതിലും ഗേറ്റും നിർമ്മിക്കുന്നതിന് വാർഡ് മെമ്പർ ഉറപ്പു നൽകി. ലൈവ് വാർത്തയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ലൈവ് വാർത്ത ഇംപാക്ട്. ചിതറ കല്ലുവട്ടാൻകുഴി അംഗൻവാടിയുടെ തകർന്ന ഗേറ്റും മതിലും ഉടൻ പുനർനിർമ്മിക്കുമെന്ന് വാർഡ് മെമ്പർ ലീന ഓമനാദേവന്റെ ഉറപ്പ്. ചുറ്റുമകൾ തകർന്ന അംഗൻവാടിയിൽ കുട്ടികൾക്ക് അപകട ഭീഷണിയാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ലൈവ് വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. 3 മാസം മുൻപാണ് മതിലും ഗേറ്റും തകർന്നത്. കൊടുംവളവിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾക്ക് വാഹനങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. തകർന്ന മതിലും പുതുതായി ഒരു ഷെഡും നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നെങ്കിലും 3 മാസം കഴിഞ്ഞിട്ടും പണികൾ ഇതുവരെയും ആരംഭിച്ചില്ല. ഇടവേള സമയത്തും ഉച്ചയ്ക്കും കുട്ടികൾ മുറ്റത്ത് നിൽക്കുമ്പോൾ ജീവനക്കാരും കൂടെ നിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. മുൻപ് മതിലും ഗേറ്റും ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സുരക്ഷിതത്വം ഇപ്പോൾ ഇല്ലാത്തതും രക്ഷിതാക്കൾക്ക് കൂടുതൽ ആശങ്കയാകുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും ഉടൻ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മെമ്പർ ലൈവ് വാർത്തയോട് പറഞ്ഞു. അവിടുത്തെ ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് ആ അംഗൻവാടിക്ക് വേണ്ടെന്നുള്ള ചുറ്റുമതിലും ഗേറ്റും വാർഡിന്റെ മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കുന്നതിനുള്ള നടപടികൾ ഞാനത് സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മണ്ഡലകാലം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ശബരിമല പ്രധാന പാതയിൽ ടാറിംഗ് ജോലികൾ ഇഴയുന്നു. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കണമെന്ന കരാറിലാണ് ലംഘിക്കപ്പെട്ടത്. കരാറുകാരുടെയും PWD ഉദ്യോഗസ്ഥരുടെയും സൗകര്യാർത്ഥമാണ് പണികൾ നടക്കുന്നത്. മണ്ഡലകാലം ആരംഭിച്ച് അന്യസംസ്ഥാനത്തു നിന്നും തീർത്ഥാടക വാഹനം കൂടി വന്നു തുടങ്ങിയതോടെ ടൗണുകളിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. അതിനിടെ ടാറിംഗ് ജോലികൾ കൂടി നടക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീളുന്ന സ്ഥിതിവിശേഷമാണ്. മണ്ഡലകാലത്തിന് മുൻപ് വേനൽക്കാലത്ത് നടത്തേണ്ട ജോലികൾ മഴക്കാലത്ത് മാത്രമേ നടത്തുള്ളൂ എന്ന വാശിയിലാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും. പത്തനംതിട്ട മുതൽ ആര്യങ്കാവ് വരെയുള്ള ശരണപാതയിൽ മിക്ക ഭാഗങ്ങളും തകർന്നു കിടക്കുമ്പോഴും ഒട്ടും തന്നെ തകർന്നിട്ടില്ലാത്ത ഭാഗത്ത് അളവ് കാണിച്ച് പണം തട്ടാൻ ടാറിംഗ് നടത്തുന്നത് അധികൃതരുടെ ഒത്താശയോടെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ആധുനിക മെഷീനുകൾ ഉപയോഗിച്ച് ദേശീയ നിലവാരത്തിൽ ടാറിംഗ് ജോലികളും മറ്റും നടത്തണമെന്നിരിക്കെ ഇപ്പോഴും പഴയ രീതിയിലുള്ള ടാറിംഗുകളാണ് നടത്തുന്നത്. മറ്റു സംസ്ഥാനത്തിൽ ദേശീയ നിലവാരത്തിൽ ഗ്യാരണ്ടിയോടെ പൊതുമരാമത്ത് പണികൾ നടത്തുമ്പോൾ ഇവിടെ വർഷത്തിൽ 3-4 പ്രാവശ്യം കരാർ നൽകി കരാറുകാരും ഉദ്യോഗസ്ഥരും കേശ വീർപ്പിക്കുകയാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനൊപ്പം ദിശാബോർഡുകളോ റിഫ്ലക്ടർ ലൈറ്റുകളോ ഡിസൈൻ ലൈറ്റുകളോ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പൊതുമരാമത്ത് വകുപ്പിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഈ റോഡ് കോൺട്രാക്ടർമാരെ സഹായിക്കുന്ന പരിപാടി ഇവിടുത്തെ എല്ലാ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ ചെയ്യുന്ന സംഭവമാണ്. അതൊന്ന് മാറ്റിയെടുത്ത് റോഡിന്റെ വികസനം എത്രയോ സംസ്ഥാനങ്ങളിൽ വികസനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സംസ്ഥാനം ചെയ്യുന്നത് റബ്ബറൈസ്ഡ് ചെയ്യാനുള്ള ഫുൾ റബ്ബറൈസ്ഡ് ചെയ്യാനുള്ള സംഭവം ഇല്ലേ? അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ എന്നും നഷ്ടത്തിലേക്ക് മാറ്റുന്ന ഒരു സമീപനമാണ് എല്ലാ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ആകൃതി ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുന്നല അക്ഷയ കേന്ദ്രത്തിന്റെയും പ്രിസൈസ് I1 കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പ് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും.
പുന്നല അക്ഷയ ഈ കേന്ദ്രത്തിന്റെയും പ്രിസൈഡ് ഐവൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച പുന്നല അക്ഷയ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ക്യാമ്പ് MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെഗാ മെഡിക്കൽ ക്യാമ്പാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അസിസിയ മെഡിക്കൽ കോളേജ്, പിന്നെ പ്രണവ് ഹോസ്പിറ്റൽ, ഇങ്ങനെ നിരവധി ഹോസ്പിറ്റലുമായി നടത്തി നമ്മൾ ഒരുപാട് പേർക്ക് വേണ്ടുന്ന പ്രയോജനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതേ ധാരയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിസൈസ് ഇവിടെ പ്രഥമ കണ്ണാശുപത്രി പത്തനാപുരത്തെയാണെങ്കിൽ അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആശുപത്രിയാണ്. ഇതിൻ്റെ പേരിൽ വളരെയധികം കാര്യങ്ങൾ ഇവരും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയതാണെങ്കിലും ഇവർ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് ഈ പ്രിസൈസ് കണ്ണാശുപത്രി. അപ്പം ഇതും അക്ഷയ കേന്ദ്രമായി നമ്മൾ 29-ാം തീയതി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 28-ാം തീയതി തന്നെ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി ഉപഭോക്താക്കളും നേരത്തെ അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്ന ആ ക്രമത്തിലായിരിക്കും രോഗികൾക്ക് ഇതിൻ്റെ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത്. ഗാന്ധി ഫണ്ട് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ഭാസ്കർ, പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് മണികുമാർ, TS ആദർശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാർത്തോമ ഡയനീഷ്യസ് ഓൾ കേരള വോളിബോൾ ടൂർണമെന്റ് കിരീടം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്. കേരളത്തിലെ പ്രമുഖ കോളേജുകളിലെ ടീമുകളാണ് 3 ദിവസം നീണ്ടുനിന്ന മത്സരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 3 ദിവസമായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു വന്ന ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖ കോളേജുകളെ പ്രതിനിധീകരിച്ചുള്ള ടീമുകളാണ് മാറ്റുവെച്ചത്. പാല സെന്റ് തോമസ് കോളേജിനെ പരാജയപ്പെടുത്തിയാണ് സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരം കിരീടം സ്വന്തമാക്കിയത്. 26-24, 25-22, 25-21 എന്നിങ്ങനെയായിരുന്നു പോയിന്റ് നില. നിലവിലെ ചാമ്പ്യന്മാരായിരുന്നു പാല സെന്റ് തോമസ് കോളേജ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിനെയും KB കോളേജ് മന്നാനത്തെയും പരാജയപ്പെടുത്തിയാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജും പാല സെന്റ് തോമസ് കോളേജും ഫൈനലിലെത്തിയത്. ബെസ്റ്റ് അറ്റാക്കറായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ അജിത് ലാലും, ബെസ്റ്റ് ഡിഫൻഡറായി വിഷ്ണു അജിത്തും, ബെസ്റ്റ് ബ്ലോക്കറായി പാലായുടെ ക്രിസ്റ്റിയയും തെരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഫാദർ ജോസഫ് റംബാൻ സമ്മാനദാനം നിർവഹിച്ചു. ഇന്ന് നടന്ന മത്സരത്തിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് വിജയം നേടിയതിൽ അതിയായി സന്തോഷിക്കുകയും വാത്സല്യമുള്ള മക്കളെയും അതിന് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകരെയും അങ്ങേയറ്റം ബലഹീന ഞാൻ വാഴ്ത്തിപ്പോട്ടെ. ഫാദർ KB പോൾ, ഡേവിഡ് കോശി, പ്രിൻസിപ്പൽ വർഗീസ് ഡാനിയൽ, പ്രൊഫസർ ടോമി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. ഫോൺ 0475 2220 357. പൊന്നണി
പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. NCERT റോൾ പ്ലേ ഇംഗ്ലീഷ് ദേശീയ മത്സരത്തിൽ കടയ്ക്കൽ ഗവൺമെന്റ് VHSന് 1ാം സ്ഥാനം. 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഘമാണ് ദേശീയതലത്തിൽ ഒന്നാമതെത്തിയത്. മൈസൂരിൽ നടന്ന NCERT റോൾ പ്ലേ ഇംഗ്ലീഷ് നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുത്ത കടയ്ക്കൽ ഗവൺമെന്റ് VHS ടീം മികച്ച ടീം എന്ന അംഗീകാരം നേടി. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദ്ര, അമീന, അൽഷിഫ, ഹാജിറ ബീബി, അമൽ എന്നിവരാണ് ദേശീയതലത്തിൽ 1ാം സ്ഥാനം നേടിയത്. സബ് ജില്ല, റവന്യൂ ജില്ല, സംസ്ഥാനതല മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയാണ് ഇവർ ദേശീയതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇന്ന് തൃക്കാർത്തിക. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിച്ച് നാടും നഗരവുമെല്ലാം കാർത്തിക വിളക്കുകൾ തെളിയിച്ചു. ക്ഷേത്രങ്ങളിലെല്ലാം തൃക്കാർത്തിക ദിനത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. മൺചരാതുകളിൽ ദീപം തെളിച്ചുവെച്ച് പ്രാർത്ഥനയോടെ നന്മയുടെ പുതുയുഗത്തെ വരവേറ്റു. ഭവനങ്ങളും ദീപപ്രഭയിൽ മുങ്ങി. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും കാർത്തിക വിളക്കുകൾ നിരന്നുകത്തി. ഒരു വർഷത്തെ തിന്മയുടെ ഭാണ്ഡമിറക്കി വെച്ച് നന്മയുടെ പ്രകാശം ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുന്ന നേർക്കാഴ്ചയായി കാർത്തിക വിളക്കുകൾ. ഈ കാർത്തിക വിളക്കുകളുടെ നന്മ കെടാവിളക്കുകളായി ഹൃദയത്തിൽ നിറഞ്ഞു കത്തണമെന്ന പ്രാർത്ഥനയാണ് കാർത്തിക വിളക്ക് തെളിക്കുന്നതിന്റെ പിന്നിലുള്ളത്. ലൈവ് വാർത്ത, അഞ്ചൽ. ഇനി സ്വർണ്ണവിളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിച്ചതായി പരാതി. LDF പ്രവർത്തകർ അസിസ്റ്റന്റ് രജിസ്ട്രാറെ തടഞ്ഞുവെച്ചു. ചിതറയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും ശക്തം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി പോസ്റ്ററുകൾ നിരന്നു. ശബരിമല യാത്ര കഠിനം തന്നെ. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ശുഭവാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.